ശങ്കർ, ദേവരാജ, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്. അപ്പൊ എനിക്ക് സന്തോഷിക്കണ്ടേ ശങ്കർ സാറേ? പറഞ്ഞു കേട്ടതുപോലെ നിങ്ങളുടെ പ്രൊഡ്യൂസർ അത്ര കഞ്ഞൊന്നുമല്ല. ചെയ്ത ജോലിക്കുള്ള കൂലി അയാളാണ് ആ പൈ തീർത്തത്. ഇത് കൈക്കൂലിയാ. ഇത് വാങ്ങിക്കാതിരിക്കുന്നതാണ് എന്റെ സന്തോഷം. ഇതാരിത് വറിയിച്ചനോ? എടാ വേ, ഞാൻ മനസ്സുകൊണ്ട് വരിക. എനിക്കെല്ലാം മറക്കണം. നിന്റെ ഈ വാട്ടർ പ്രൈസ് ഉണ്ട്. എനിക്കങ്ങനെ സ്ഥിരം കഴിപ്പൊന്നുമില്ല. തന്നെയല്ല, ഇവിടെ മേടിച്ചു വെക്കുന്ന പതിവ് തീരെയില്ല. ഇത് തൊഴിൽശാലയല്ലേ? സരസ്വതി വിളയാടുന്ന സ്ഥലം. എവിടെ? സരസ്വതി എന്ന് പറഞ്ഞാ ദേവി. എടാ, വിവരവും വിദ്യാഭ്യാസം ഉള്ളിടത്താ സരസ്വതി. അവർക്ക് ഇവിടെ എന്ത് കാര്യം? അച്ഛന് എന്ത് പറ്റി? ലോഹ എവിടെ? ലോഹയിലെ വണ്ടിയുടെ പെട്ടിക്കാത്തിരിപ്പുണ്ട്. അതെന്തിനാ ഊരിയ? കത്തോലിക്ക സഭയെ നാറ്റിക്കാണ്ടിരിക്കാൻ. സ്ഥിരമായിട്ട് ഊരിയോ? ടെമ്പറവരി. ചുമ്മാ അച്ഛൻ കെമിക്കൽ അടിച്ചിട്ടുണ്ടോ? കെമിക്കലാ? ഞാൻ ഒരു തെങ്ങും കള്ളു കുടിച്ചു. അതാ ഞാൻ പറഞ്ഞപ്പോ ഒരു ഷാപ്പിലും കള്ളില്ല, മുഴുവൻ കെമിക്കലാ. ഓ, അച്ഛൻ ഒറ്റ? അല്ലല്ല, നിന്റെ ശിങ്കടിയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛോ? ആ, എന്നിട്ട് അവനോടെ? അവനെ ശകലം പണിയില്ല. എന്ത് പണി? വാള് പണി. എന്നിട്ട് പണി തീർന്നില്ല. പക്ഷെ എനിക്ക് അതും പാടില്ലല്ലോ. അതാ ഇങ്ങോട്ട് കയറി വന്നത്. ഓ, അത് ശരി. 10-200 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നത് വെള്ളം ഒടിച്ച് വാള് പണിയാ? എടാ പരമപ്പൂ. എടാ, മിനിഞ്ഞാത്ത പത്രം കണ്ടപ്പോ അനാശാലയിലെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഓടി എന്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, അച്ചോ അച്ചോ, ദേ സിനിമാ നടി ജമിനി വണ്ടി ഇടിച്ച് കുഴി കിടക്കുന്നു. നമ്മുടെ ദേവരായനങ്ങളെ രക്ഷപ്പെടുത്തിയത് അങ്കിളിന് ഒത്തിരി കാശ് കിട്ടിക്കാണും. ഞങ്ങൾ ഈ ഗോതമ്പ് ദോശയും ഉണക്കക്കപ്പയും നിന്നും മടുത്തു. ഒരു ബിരിയാണി സദ്യ മേടിച്ചാൽ അങ്കിളിനോട് പറ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, ബിരിയാണി സദ്യ നമുക്ക് വേണ്ട. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച നല്ല നെല്ലുകുത്തിയരുടെ കഞ്ഞി വെച്ച് തരാം. അതിനുള്ള കാശ് അവനോട് ഞാൻ മേടിച്ചോളാവുന്നു. അങ്ങനെയാണ് ആ പുള്ളിയെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ദേവരാജ, ഷാപ്പും പടിക്കൽ എത്തിയപ്പോ അച്ചു എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ തകർന്നു പോയടാ. എടാ, അവളോട് കാശ് വേണമെന്ന് പറയാൻ നീ ആരാടാ? മൈസൂർ രാജാവിന്റെ കൊച്ചുമോനോ? വേലക്കൂലി അവർ തന്നു, പിന്നെ എച്ചിച്ച് മേടിക്കാന്ന് പറഞ്ഞ നമുക്കൊക്കെ ഒരു നാണമില്ല. നിനക്ക് നാണം കാണും. 100 വയറ് കളിക്കുന്ന പ്രാരാബ്ധക്കാരനാ ഞാൻ. എടാ, ആരാണ് പണിതിട്ട കൊട്ടാരം പോലത്തെ കെട്ടിടം മാത്രമേ ഉള്ളൂ. എനിക്ക് നാണമില്ലടാ. ഞാൻ നാണിച്ചാലേ എന്റെ കൊച്ചുങ്ങൾക്ക് വിശക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ അരിക്കാച്ചിന് വേണ്ടി ഏത് ചെറ്റത്തരവും ഞാൻ കാണിക്കും. ആരായിവൻ? ശങ്കരൻ വാനേര. ഹലോ മിസ്റ്റർ ദേവരാജൻ. ഹലോ ഫാദർ വർഗീസ്. ഹലോ മിസ്റ്റർ ശങ്കർ. താങ്ക്സ്. ഇനി ഇതുപോലത്തെ ആവശ്യം വരുമ്പോ ഞാൻ മദ്രാസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പരിചയക്കാരായല്ലോ. കാർഡ് പ്ലീസ്. സോ മിസ്റ്റർ ദേവരാജൻ, ധൈര്യമായിരിക്കേണ്ട സമയമാണിത്. ദൈവം നിങ്ങളെ കൈവിടില്ല. ഓപ്പറേഷൻ വിജയ ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞു? അതെ, ഡോക്ടർ ചെറിയാൻ നല്ല ഡോക്ടറാ. പിന്നെ മദ്രാസിലെത്തിയാൽ ഉടനെ വിളിക്കണം. ഏത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് ലക്ക്. ശരി. പെരുങ്കൊക്കെന്ന് ജീവൻ രക്ഷിക്കാൻ 20,000 തൂമ്പ. കിട്ടിയതാവട്ടെ. അടുത്ത ആഴ്ചയിലെ അപ്പു വരുന്നത്. നിങ്ങളൊന്ന് അടിച്ചു പൊളിക്ക്. എന്റെ പ്രസന്റ്. പിന്നെ ഇതെനിക്കല്ല, അരിക്കടക്കാരനാ. അവന് കച്ചവടം കൂടിയാ പിന്നെ നെറിയില്ല, പറ മാത്രമേ ഉള്ളൂ. അച്ഛൻ ജമിനിയെ കണ്ടല്ലേ? കണ്ടു. അച്ചു പണി തുടങ്ങിയപ്പോഴേ ഞാൻ ആശുപത്രിയിലേക്ക് വിട്ടില്ലേ. മോശമായി പോയി. അതേടാ, ഞാൻ മോശക്കാരനാടാ. എന്റെ കാശിങ് വന്നേ. ആഹാ, അയാളെന്താ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു? എടാ വേ, സിറ്റുവേഷൻ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഞാനൊരു സ്ഥിരം സിനിമാ നമ്പർ ഇട്ട് നോക്കിയതാ. നിന്റെ ഹാർട്ട് പോക്ക ബൈപ്പാസ് സർജറി വേണമെന്നൊരു കാച്ചി. പക്ഷെ വേണ്ടായിരുന്നു. ഈ സൂക്കേട് സെന്റിമെന്റ്സിനൊക്കെ പഴയ പോലെ മാർക്കറ്റിൽ ഇടാവേ. ട്രെൻഡ് മാറിപ്പോയില്ലേ? മന്മദരസ വണ്ടേന്ന് പറ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അച്ഛൻ നിർബന്ധിച്ചിട്ടാ. കൊല്ല്, നെക്കി തന്നെ കൊല്ല്. 20,000 രൂപ പിച്ചനെ നെക്കി തന്നെ കൊല്ല്. അച്ഛൻ അല്ലല്ലോ അങ്ങനെയല്ല. സ്നേഹിച്ചാലും നെക്കിക്കൊല്ലും, സ്നേഹിച്ചില്ലാലും നെക്കിക്കൊല്ലും. കളയണ്ട, കാശ് കൊടുത്തു പിടിച്ചതാ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. ബൈ ബൈ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. ഹലോ അപ്പു. ബൈ അമ്മ. സീ യു. ഹലോ ദേവരാജ്. അച്ഛൻ്റെ അപ്പോ സമ്മർ വെക്കേഷന് 2 ആഴ്ച അച്ഛന്റെ കൂടെ. അതിങ്ങനെ ഫസ്റ്റ് ഡേ വേണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും അതല്ലല്ലോ മര്യാദ. ഞാൻ പറയാം. വേണ്ട. അപ്പൂന് വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ടേ രഘു? അച്ഛനെ മീറ്റ് ചെയ്യാൻ എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദീപു ആൻഡ് മരിയ. വിളിക്കട്ടെ? വാ. മീറ്റ് മൈ ഫാദർ. ഹലോ അങ്കിൾ. എന്തിനാ എന്നെ കാണാന്ന് പറഞ്ഞേ?
ഇവള് ജെമിനിയുടെ വലിയ ഫാനാ. അച്ഛനാണ് ജെമിനിയെ ക്ലിഫ് സേവ് ചെയ്തേന്ന് അറിഞ്ഞ മുതല് ഇവള് അച്ഛനെ കാണാൻ നിക്കുക. താങ്ക് യു അങ്കിൾ. ജെമിനിയെ സേവ് ചെയ്തേന്. Shall I shake hands with you? Thank you, uncle. Okay, thank you. പോട്ടെ അപ്പു. Bye, ദീപു. അമ്മ പറഞ്ഞോ. ആ. അപ്പോ ഉണ്ട്. മോർണിംഗ് അപ്പു. ഗുഡ് ഡേ. എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നല്ല വക്കീലിനെ വെക്കാൻ അച്ഛന് കാശില്ലാണ്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതുപോലെ ഇൻസൾട്ട് ചെയ്തേനെ. ഇല്ല, കാശുണ്ടെങ്കിലും അച്ഛൻ ഇങ്ങനെ ചെയ്യില്ല. എന്തിനാ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നേ? എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞ എന്റെ കൂട്ടുകാരനെ കളിയാക്കും. വേണ്ടമ്മേ വേണ്ട, എനിക്ക് രഘുമാമ ഇഷ്ടല്ല. I hate him. I don't like him. അപ്പു, I hate him. I hate him. തിരക്കുണ്ടോ? കോടതിയിൽ അത്രയ്ക്കൊരു ഹരാസ്മെന്റ് ഞാൻ ആഗ്രഹിച്ചതല്ല. വക്കീലന്മാർക്ക് അവരുടെ കേസ് ജയിക്കണ്ടേ? അതിനവരോരോന്ന് പറയും, അതൊന്നും കാര്യാക്കണ്ട. അതല്ല, കൗണ്ടർ ക്രോസിംഗിൽ രാജേട്ടന്റെ വക്കീൽ എന്നെ ഉപദ്രവിച്ചില്ല, അപമാനിച്ചില്ല. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? വ്യക്തിപരമായി ഹരാസി എന്ന് പറഞ്ഞ ഞാൻ ആരെ ഹരാസി എന്ന്? എന്റെ അപ്പൂന്റെ അമ്മ. സാധാരണ രീതിയിലുള്ള ബഹളങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ വക്കീലിനോട്. പിരിയാനാണ് തീരുമാനം. എങ്കിൽ പിന്നെ കഴിയുന്നത്ര മുറിയാതെ, മുറിപ്പെടുത്താതെ കോടതിയിൽ വെച്ച് അപ്പു ബഹളം ഉണ്ടാക്കി ഒന്നും കാര്യാക്കണ്ട. അപ്പോഴത്തെ എന്റെ ശ്വാസം മുട്ടൽ കണ്ടപ്പോ അവന് അതിപ്പോ എന്റെ സ്ഥാനത്ത് നന്ദുവായിരുന്നല്ലോ അപ്പു റിയാക്ട് ചെയ്തേനെ. ഞാനത് കാര്യാക്കിയിട്ടില്ല. എന്നുവെച്ച് രഘു അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എനിക്ക് പേടിയാ. നമ്മൾ പിരിഞ്ഞേ തീരൂ. അപ്പുവിന്റെ ഭാവി, വെൽബീയിങ്, അത് മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ. ഒരു ഭർത്താവായോ സുഹൃത്തായോ ഒന്നും ഞാൻ രഘുവിനെ കാണുന്നില്ല. കൊടും ചതിയാ ഞാൻ ചെയ്യുന്നത്. അപ്പോഴൊഴികെ ആരെയും ഒന്നിനെ ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുക. രാജേട്ടനറിയാം എന്തിനൊരു തുണ വേണ്ടവളാണ് ഞാൻ. ചില സ്ത്രീകൾ പാതി പറഞ്ഞിട്ട് ബാക്കി പറയാതെ പോയി കളയും. ധൈര്യം കിട്ടില്ല. പക്ഷെ നന്ദു അങ്ങനെയല്ല, പറയും. സ്വന്തം കാര്യം എവിടെയും എപ്പോഴും തുറന്നു പറഞ്ഞ് ജയിച്ചിട്ടുള്ള വലിയൊരു കച്ചവടക്കാരന്റെ മകളാ നന്ദു. അവൾ ആരോടും എന്തും പറയും. 12 അണയുടെ കുയിനാ ഗുളിക മേടിക്കാൻ ഗതിയില്ലാതെ മലമ്പന് പിടിച്ച അത്ത അച്ഛന്റെ മോനാ ഞാൻ. 17 രൂപ പലചരക്കടെ കടം. കടയിൽ നിന്ന് പറ്റുതറിയല, പെരുമഴ, അരും പട്ടിണി. മൂത്ത ഞാനാ. എന്റെ ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാ, ഇരട്ടകളാ. 6 വയസ്സ്. പിന്നെ അമ്മ 4 വയറങ്ങനെ വിശന്ന് പൊരിയ.
അയലത്തെ പറമ്പിലൊക്കെ കപ്പയും വാഴയും അങ്ങനെ വിളഞ്ഞു നിൽക്കുക. കക്കാനും വരക്കാനും തോന്നിയില്ല. നമുക്ക് ചത്തേക്കടാ മോനെ എന്ന് അമ്മ പറഞ്ഞപ്പോ വേണമെന്നോ വേണ്ടതോ ഞാൻ പറഞ്ഞില്ല. കിണറ്റ് കയറുകൊണ്ട് പരസ്പരം കെട്ടിയാ പുഴ ചാടി. ഒഴുക്കത്ത് കരിമ്പാറിലിടിച്ചപ്പോ കെട്ടഴിഞ്ഞു. കൊച്ചമണിയും കുഞ്ചലക്ഷ്മിയും പെരിയാറ്റിലെ കയറ്റി കിടന്ന് കരഞ്ഞ് കറങ്ങി താണുതാണ് പോയപ്പോ രക്ഷിക്കാനുള്ള കരുത്തില്ല ഞങ്ങളേക്ക്. ഇപ്പം കാണുന്ന ഈ ജാടയൊക്കെ പിന്നീട് ബലം പിടിച്ചുണ്ടാക്കിയതാ. വലിയ വിശേഷമൊന്നുമില്ല. പറയേണ്ട കാര്യം നേരെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ല. എങ്ങനെ ഉണ്ടാകാനാ? തച്ചറായി കുഞ്ഞിരാമന്റെ ചോരയല്ലേ. ഇതിന് ഇത്രയൊക്കെയുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷേ സ്വന്തം കാര്യം പറയാനേ വിലക്കുറവുള്ളൂ. നന്ദു പറയാമെന്ന് എന്താന്ന് ഞാൻ പറയട്ടെ. അപ്പോന് ഞാൻ ഇനി കാണരുത് ഒരിക്കലും. അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ ഞാൻ ഇവിടെ വിട്ടു പോണം എന്നേക്കുമായി. വേണേ കുറച്ച് കാശും തരും. അത് ഞാൻ ഉദ്ദേശിച്ചില്ല. സന്തോഷം. എനിക്ക് ഇത്തിരി കാശ് ഒന്ന് ഒഴിവാക്കാൻ അങ്ങനെ എന്നെ നന്ദുവിന് തോന്നിയില്ലല്ലോ. താങ്ക്സ്. പോയിക്കോളാം. വാക്കാ ഏറിയ ഒരാഴ്ച.